പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ചില മക്കൾ പറയും, എനിക്ക് തലക്കറക്കം അമ്മ, തലക്കറക്കം വീഴാൻ പോകുന്ന ബാലൻസ് പോകും. അത് ചെവിക്കുള്ളിലുള്ള ഒരുതരം പല്ല് കൊണ്ടാകുന്ന സ്ഥാനചലനം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഏതാണ്ട് അതേ ഒരു അവസ്ഥ പോലാണ് ഇന്ന് പ്രകൃതിയുടെ അവസ്ഥയും. അതുകൊണ്ട് നിറതോക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രദ്ധയും ജാഗ്രതയും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എൻ്റെ ചെറുപ്രായത്തിൽ അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ അമ്മയ്ക്ക് 11 മക്കളുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും മടിയിൽ ഇങ്ങനെ തളർന്ന് കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ചീനത്തിലി ഇന്നലെ ഒന്നും വെച്ചില്ല, അതുകൊണ്ട് ചീനത്തിലിയില്ല മോളെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആരോടെങ്കിലും കടം മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുത്തൂടെ? കടം മേടിക്കാൻ ചോദിക്കാൻ എന്താ? ഇല്ല, കടം മേടിക്കും. ഇവിടുന്ന് അച്ഛൻ ജോലിക്ക് പോയിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വന്നു. അതിനുശേഷം 10 കിലോമീറ്റർ നടന്ന് ഒരു ബന്ധുവീട്ടിൽ പൈസ കടം മേടിക്കാൻ പോയി. പക്ഷേ കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോൾ രാത്രിയായി. പക്ഷെ നിലാവുള്ള രാത്രി ആയതുകൊണ്ട് കടത്തിരുത്തൂടെ അവിടെ ആദ്യം വന്നത് ആമ കരയ്ക്ക് കയറി മുട്ടയിടുന്നത് കണ്ട്. അപ്പം അദ്ദേഹം മാറി നിന്ന് ആമ ഇറങ്ങിപ്പോയപ്പോൾ അതിൽ നിന്ന് പകുതി മുട്ടയോളം, അപ്പം 100 കണക്കിന് മുട്ടയുണ്ട്, അതിൻ്റെ കുറച്ച് മുട്ട എടുത്തിട്ട് അദ്ദേഹം ബാക്കി വെച്ചിട്ട് കൊണ്ടുവന്ന് അത് പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് 2 മുട്ട 3 മുട്ട വെച്ച് കൊടുത്തു. ഉണരുമ്പോൾ ചാടി എഴുന്നിട്ട് വരും, അച്ഛാ എല്ലാ മുട്ട എടുക്കാൻ എന്താ അച്ഛാ? അപ്പോൾ കൂടുതൽ തിന്നാമായിരുന്നല്ലോ. അപ്പോൾ ഈ അച്ഛൻ കുഞ്ഞിനോട് പറയാണ്, മോനെ നിങ്ങളെല്ലാവരും മരിച്ചു പോവുക, ഞാൻ എത്ര ദുഃഖിക്കും. അതുപോലെയായിരിക്കും ആമയുടെ എല്ലാ മുട്ടയും എടുത്താൽ ആ ആമ ദുഃഖിക്കുന്നത്. അതുമാത്രമല്ല, പരമ്പര നിന്നാലല്ലേ വിശപ്പിന് ഇനിയെങ്കിലും ഇനിയില്ലാത്തൊരു സാഹചര്യത്തിൽ ഇതുപോലെ കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പം നോക്കുക, തൻ്റെ വിശപ്പിലും മറ്റേൻ്റെ വേദനയെ ഓർക്കുന്നു, തൻ്റെ വേദനയിലും മറ്റവനോടുള്ള കാരുണ്യം കാണിക്കുന്നു. അപ്പം ആ ഒരു മനോഭാവമായിരുന്നു നമ്മൾ പൂർവികർക്കുണ്ടായത്. ഇന്ന് ആമയെ കയറ്റുമതി, എല്ലാത്തിനെയും കയറ്റുമതി കൊണ്ട് വെക്കുകയാണ്. ഓരോ വൃക്ഷം വെട്ടുമ്പോഴും അത് നമുക്ക് ശവപ്പെട്ടി ഉണ്ടാക്കാൻ വെട്ടുന്ന വൃക്ഷം പോലായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വൃക്ഷങ്ങൾ ഇത്രയും വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു വൃക്ഷം വെട്ടിയാൽ തിരിച്ചൊരു വൃക്ഷം വെച്ചാൽ പോരാ, കുറഞ്ഞത് 40-50 വൃക്ഷങ്ങളെങ്കിലും വെക്കേണ്ടി വരും ആ ഒരവസ്ഥയിൽ. പിന്നെ ഇപ്പോൾ 5 ലക്ഷം ജനങ്ങളോളം കാറ്റിൽ നിന്ന് എന്നെ ക്യാൻസർ വന്നു. പണ്ട് ഞങ്ങൾ ഒരു മുറിവ് തട്ടിയാൽ ചാണകം വെച്ചാണ് മുറിവ് പൊറിപ്പിക്കുന്നത്. അണുബാധ ഏൽക്കാതിരിക്കാൻ ചാണകം വയ്ക്കും. ഇപ്പം മുറിവ് പറ്റിയാൽ ചാണകം തട്ടി അണുബാധ ഏൽക്കും. അന്ന് ഔഷധത്തിൽ നിന്ന് പോയിസമായി, അതും മലിനമായി. ഒന്നും നിസ്സാരമല്ല. ഒരു പ്ലെയിൻ്റെ എഞ്ചിൻ ഇല്ലെങ്കിലും പറക്കാൻ പറ്റത്തില്ല, കേടുവന്നാലും പറക്കാൻ പറ്റില്ല, സ്ക്രൂ ഇല്ലെങ്കിലും പറക്കാൻ പറ്റത്തില്ല. ഒന്നും നിസ്സാരമല്ല, അതിനും അതിൻ്റെതായ സാരമുണ്ട്. തേനീച്ച പരാഗണം നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് പല പച്ചക്കറികളും പഴങ്ങളും കിട്ടുന്നത്. നിസ്സാരമല്ല. ആ തേനീച്ച 3 കിലോമീറ്റർ പറക്കുന്നില്ല, പണ്ട് പറക്കുമായിരുന്നു. ഇപ്പം മെമ്മറി പോയി പോന്നു. കൂടുതലും പുഷ്പങ്ങൾക്ക് വിഷവെള്ളം അടിക്കുന്നു. അതാണ്. അതുകൊണ്ട് കാടുകളിൽ ഇങ്ങനെ പുഷ്പങ്ങളുള്ള ഇത് നട്ട് വളർത്തുന്ന കാടിനടകളിൽ വെച്ച്, പിന്നെ തേനീച്ച കൂടുകൾ ഇപ്പം നമുക്ക് ലക്ഷക്കണക്കിന് ഭക്തന്മാർ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ഭക്തന്മാർ ജാഗ്രതയായിട്ട് തേനീച്ച കൂടുകൾ വയ്ക്കണം. നമ്മളെ പ്രസവിച്ച അമ്മ ചിലപ്പോൾ 2, 3, 5 വയസ്സ് വരെ മടിയിലിരുത്തും. ഭൂമാതാങ്ങല്ല. ജീവിതകാലം മുഴുക്കും ചവിട്ടാനും തുപ്പാനും ഇടിക്കാനും അനുവദിച്ച അമ്മയാണ്. ജീവിതകാലം വഴി നമ്മളെ പോറ്റി വളർത്തുന്ന അമ്മ എല്ലാത്തിൻ്റെയും പോഷകശക്തിയായി. ആ അമ്മയുള്ള കടമ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ 10 നിലകളുടെ മുകളിൽ നിന്നൊരാൾ താഴത്തെ നിലയിൽ തീ പിടിച്ചപ്പോൾ ഒളിവിക്ക് ഒളിവായ ഞങ്ങൾ രക്ഷിക്കണേ, തീ അണയ്ക്കാൻ സഹായിക്കണേ. മറ്റവരുടെ മൃതി നിൻ്റെ കാര്യം എൻ്റെ കാര്യമല്ല, പക്ഷെ അവസാനം നമ്മുടെ കാര്യം എന്നായിട്ട് വരും. ഇതാരും മനസ്സിലാക്കുന്നില്ല. അവൻ്റെ കാര്യമാണ് നമ്മുടെ കാര്യമാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ തിരിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുക, പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ഈ വിശുദ്ധനും അതിലകല ജീവിതജാലം കൊണ്ട് നമ്മൾ അഭേദ്യമായ ബന്ധമുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന നെറ്റ്വർക്കുകളാണ് ഈ പ്രപഞ്ചം. 4 പേര് ചേർന്ന് പിടിച്ച് വലയുടെ കോണിൽ സ്ഥലമുണ്ടായാൽ അതെല്ലായിടവും പ്രതിഫലിക്കും. അതുപോലെ നാം അറിഞ്ഞോ അറിയാതെയോ ഒറ്റയായോ കൂട്ടമായോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രപഞ്ചമാകുന്ന വലയുടെ കോണിൽ പ്രതിഫലിക്കുന്നുണ്ട്. അവർ മാറി നമ്മൾ മാറാൻ നടക്കില്ല. അവർ മാറിയില്ല, നമ്മൾ മാറിയാൽ ഒരു മാറ്റം കൊണ്ടുവരും. നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും ഒക്കെ ഗംഭീരമായി ആഘോഷിക്കുന്നത് പോലെ പ്രകൃതിയെ ആദരിക്കാനും ആരാധിക്കാനും നമുക്കെല്ലാം ഒരു ദിവസം ഉണ്ടാകണം.
അന്ന് ലോകമെമ്പാടുമുള്ളവർ നിർബന്ധമായും വൃക്ഷത്തൈകൾ നടണം. നമ്മളിതിനു മുമ്പ് 3000 സ്ക്വയർ ഫീറ്റ് വീട് കെട്ടിയവർ ഇനി വെട്ടാൻ ആഗ്രഹിക്കുന്നവർ 1500 രൂപയ്ക്ക് വരിക, 2000 ഉള്ളവർ 1000ത്തിലേക്ക് വരിക, 1000 കിട്ടുന്നവർ 500ലേക്ക് വരിക. അപ്പോൾ അത്ര വൃക്ഷങ്ങൾ സമൂഹത്തിൽ കുറയുന്നു. ഇലക്ട്രിസിറ്റിക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, അതുപോലെ പേപ്പറിന് പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അത്രയും വൃക്ഷങ്ങൾ നമ്മൾ വെട്ടി നശിപ്പിക്കേണ്ട. ഇങ്ങനെയൊക്കെ ഓരോരോ കാർപ്പൂളിൻ്റെ കാര്യവും മറ്റുള്ള എല്ലാം ഓരോ സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് വ്യത്യാസം, ഭൂമിയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ $1000 പേന കൊണ്ടും എഴുതാം, $100 പേന കൊണ്ടും അക്ഷരം എഴുതാം, അതിന് അക്ഷരം വരും. അപ്പോൾ ആവശ്യത്തിനടുത്ത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, ആഡംബരം ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരു വലിയ തടാകം മലിനമായി കിടക്കുകയാണ്, നമുക്കെങ്ങനെ ഒരാൾക്ക് വൃത്തിയാക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് വിഷമിച്ചുകൊണ്ട് പിന്തിരിയല്ല. നമുക്ക് പറ്റുന്ന വൃത്തിയാക്കാം. അതുകൊണ്ട് അടുത്താളെ വൃത്തിയാക്കും. വൃത്തിയാവസ്ഥ നാളെ മൊത്തം വൃത്തിയാക്കാം. അല്ല മാറുകയല്ല, മുന്നോട്ട് വന്ന് ശ്രമിക്കുക. കാർപ്പൂൾ വയ്ക്കുന്നതും പിന്നെ തേനീച്ച വളർത്തുന്നതും അതുപോലെ വൃക്ഷങ്ങൾ നടുന്നതും അന്തരീക്ഷ ശുദ്ധീകരണമാകണം, പ്രകൃതി മലിനീകരണം, വേസ്റ്റ് മാനേജ്മെൻറ്റും പച്ചക്കറി നടുന്നതും വർഷങ്ങൾക്ക് മുമ്പ് പറയും, മക്കൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ജാഗ്രതയായി എല്ലാവരും ഒത്തൊരുമിച്ച് ചെന്നാൽ ഈ ഭൂമിയെ നമുക്ക് സ്വർഗമാക്കാൻ സാധിക്കും. അങ്ങനെ കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പരമാത്മാവിനോട് തന്നെ